അപ്പോൾ നമ്മുടെ അലിഗേറ്റർകാർ ഭാഗ്യത്തിന് വലിയൊരു പണിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ആൾ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു കണ്ടെയ്നറിനകത്ത്. നമ്മൾ വെള്ളിയാഴ്ച വാട്ടർ ചേഞ്ച് കൊടുത്തതാണ്. വാട്ടർ ചേഞ്ച് കൊടുത്ത് നമ്മൾ വെള്ളിയാഴ്ച ഫീഡ് ചെയ്യാറുണ്ട്. രാവിലെയാണ് സാധാരണ ഫീഡ് ചെയ്യാറുള്ളത്. പക്ഷേ അന്ന് എനിക്ക് രാവിലെ വാട്ടർ ചേഞ്ച് ചെയ്ത് അതിന് ശേഷം ഫീഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വൈകിട്ടാണ് ഫീഡ് ചെയ്തത്. അങ്ങനെ വൈകിട്ട് ടൈം മാറി ഫീഡ് ചെയ്തതാണ് ഇതിന് പണി കിട്ടാനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളിതിന് ഫീഡ് ചെയ്യുന്നത് ചിക്കനാണ്. ചിക്കൻ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. എങ്കിലും നമ്മൾ ഓവർ ഫീഡൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്. കുറച്ച് മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്. ഫുഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രശ്നമുണ്ടാകാനായിട്ടുള്ള കാരണം ഈ ഒരു ടൈം മാറി കൊടുത്താന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച രാവിലെ നമ്മൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈവനിങ്ങിൽ നമ്മൾ ഫീഡ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ വന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലിഗേറ്റർകാരന് കൊടുത്ത ഫുഡ് മൊത്തം അത് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച ഫുഡായതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് തിരിച്ച് വന്നതുകൊണ്ട് വെള്ളം ചെറിയ രീതിയിൽ കലങ്ങിയിട്ടുമുണ്ട്. അതിൽ നിന്ന് സ്മെല്ലും വരുന്നുണ്ട്. നമ്മൾ തലേദിവസം ചേഞ്ച് ചെയ്ത വെള്ളമാണെന്ന് ഓർക്കണം. സാധാരണ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പോലും ഈ വെള്ളം മോശമാവാറില്ല. അതായത് അടിയിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവുന്നല്ലാതെ വെള്ളം ഇതുപോലെ ക്ലിയർ ആയിട്ട് തന്നെ കിടക്കാറുണ്ട്. ഇത് ജസ്റ്റ് തലേദിവസം നമ്മൾ മാറ്റിയതാണ്. എന്നിട്ടും ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട്, അതായത് ഇത് കഴിച്ച ഫുഡ് മുഴുവൻ പുറത്തേക്ക് തള്ളിയതുകൊണ്ട് അത് വെള്ളത്തിൽ കലങ്ങി മൊത്തം വെള്ളം ഇങ്ങനെ കലങ്ങിയ പോലെയായി. പ്ലസ് അതിൽ നിന്ന് സ്മെല്ലും കാര്യങ്ങളും വരാൻ തുടങ്ങി. മീനാണെങ്കിൽ തീരെ ഓക്കെ അല്ല, നല്ല സ്ട്രെസ്സാണ്. അടിഭാഗത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെപ്രാളം പിടിച്ച് നീങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുകളിൽ വന്നിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ബബിൾസ് ഇട്ട് ഇങ്ങനെ ചാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തോ സീരിയസ് ആയിട്ട് ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആൾ നല്ല സ്ട്രെസ്സിലാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഫ്രഷ് വെള്ളം നിറച്ച് അതിലേക്ക് മാറ്റിയ നേരത്ത് പെട്ടെന്ന് തന്നെ ഇത് അൺകോൺഷ്യസ് ആയി. കയ്യിൽ പിടിച്ചപ്പോൾ അനങ്ങുന്നൊന്നുമില്ല. ഡെഡായ പോലെയാണ് കയ്യിൽ കിടക്കുന്നത്. പെട്ടെന്ന് നമ്മൾ വയറുഭാഗത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു. വായിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. വയറിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് വെള്ളത്തിൽ വെച്ചപ്പോൾ അത് ശരിയായി. അത് പ്രോപ്പറായിട്ട് തന്നെ പഴയ സ്റ്റേജിലേക്ക് വന്നു. അപ്പോഴും ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ക്രേറ്റിലുണ്ടായിരുന്ന വേസ്റ്റും വെള്ളവും കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഫ്രഷ് വെള്ളം നിറച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു പിടി സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ എയറേഷൻ കൊടുത്തിട്ടു. അതിന് ശേഷമാണ് നമ്മൾ ബക്കറ്റിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ബക്കറ്റിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആൾ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും അടിയിലൊക്കെ ചെറിയ രീതിയിൽ വെപ്രാളം കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മുകളിൽ വന്ന് എയർ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനിത് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, ചത്തുപോകുമെന്നാണ് വിചാരിച്ചത്. ഞായറാഴ്ച രാവിലെ വന്ന് നോക്കുമ്പോൾ മിക്കവാറും ഇതിൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും കാണുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സീൻ എന്ന് പറയുന്നത് ഞാൻ ഞായറാഴ്ച രാവിലെ വന്ന് നോക്കിയ ആ ഒരു രംഗമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അത് നല്ല ആക്റ്റീവായിട്ട് ഫുൾ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ലൈഫിലേക്ക് ഫുള്ളായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. മുമ്പ് കാണിച്ചിരുന്ന വെപ്രാളം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് മുകളിൽ വന്ന് എയർ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പഴയ പോലെ തന്നെ ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഫുള്ളായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഇനി വീണ്ടും വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അന്ന് ഞാൻ സമയം മാറി ഫീഡ് ചെയ്തതാണ് പ്രശ്നം വരാൻ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തോ സ്ട്രെസ് ഇതിന് വന്നിട്ടുണ്ട്. സാധാരണ രാവിലെ നല്ല ആക്റ്റീവായിട്ടുള്ള സമയത്താണ് നമ്മൾ ഫീഡ് ചെയ്യാറുള്ളത്. അന്ന് നമ്മളൊരു ഈവനിങ് ടൈമിലാണ് ഫീഡ് ചെയ്തത്.